ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ പ്രപഞ്ചത്തിൽ നാം കാണപ്പെടുന്ന വസ്തുക്കളെല്ലാം തന്നെ അത്യന്തം സുന്ദരമായി നമുക്ക് തോന്നും. വാസ്തവത്തിൽ ഈ സുന്ദരമായി കാണുന്ന വസ്തുക്കൾ ശാശ്വതമല്ല, ക്ഷണികമാണ്. അല്പസമയം കൊണ്ട് നാശോന്മുഖമായി പോകുന്നവയാണ്. എന്നാൽ ആ വസ്തുവിൽ കൊടുക്കുന്ന സൗന്ദര്യം ഒരിക്കലും നശിക്കാത്തതാണ്. വസ്തു നശിക്കുമ്പോൾ ആ വസ്തുവിലെ സൗന്ദര്യം അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ സൗന്ദര്യമല്ല നശിക്കുന്നത്, വസ്തുവാണ് നശിക്കുന്നത്. വസ്തുവിനെ കാണുമ്പോൾ ആ വസ്തുവിൽ നിക്ഷിപ്തമായിരിക്കുന്ന സൗന്ദര്യത്തെ നാം ആസ്വദിക്കണം. അതാണ് കമനീയമായി കാണുന്ന നവതൻ വാസവസ്ഥിതി നശ്വരത്വാദിയോർത്താത്മാനന്ദത്തിൽ മുഴുകിടുവിൽ. കമനീയമായി കാണുന്ന നവതൻ വാസ്തവസ്ഥിതി, വളരെ സുന്ദരമായി കാണുന്ന ഈ വസ്തുക്കളുടെ യഥാർത്ഥ സ്ഥിതി എന്താണ്? നശ്വരത്വാദിയോർത്ത്, ഇത് നശിക്കുന്നതാണ്. എന്നിട്ട് ഈ വസ്തുക്കളെല്ലാം അനുനിമിഷം നാശത്തിന് വിധേയമാണ്. അവ ഒന്നിച്ചു കൂടി നിന്നപ്പോൾ തോന്നപ്പെടുന്ന ഒന്നാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. കമനീയങ്ങളായി കാണും നവതൻ വാസ്തവസ്ഥിതി, കമനീയമായി സുന്ദരമായി കാണുന്ന വസ്തുക്കളുടെ യഥാർത്ഥമായ സ്ഥിതി നാം ഒന്ന് വിചിന്തനം ചെയ്യണം. എന്താണ്? നശ്വരത്വാദിയോർത്ത്, അതൊക്കെ നശിക്കുന്നവയാണ്. ആ സൗന്ദര്യം അതേസമയം നിലനിൽക്കുകയില്ല. നശ്വരത്വാദിയോർത്ത് ആത്മാനന്ദത്തിൽ, ആത്മാവിൻ്റെ ആനന്ദത്തിൽ എപ്പോഴും മുഴുകിക്കൊണ്ടായിരിക്കണം നമ്മൾ വർത്തിക്കേണ്ടത്. കമനീയങ്ങളായി കാണും നവതൻ വാസ്തവസ്ഥിതി നശ്വരത്വാദിയോർത്താത്മാനന്ദത്തിൽ മുഴുകിയിടുവിൻ. അവ നശിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി ആത്മാനന്ദത്തിൽ ഓരോ സെക്കൻഡും വിനിയോഗിക്കൂ. ഈ വസ്തുക്കൾക്കെല്ലാം ആധാരമായിരിക്കുന്ന, ഈ വസ്തുക്കൾക്കെല്ലാം സൗന്ദര്യം കൊടുക്കുന്ന, ഈ വസ്തുക്കൾക്കെല്ലാം ഉണ്മ കൊടുക്കുന്ന ആ സനാതനമായിരിക്കുന്ന ആ പരമസത്തയെ നാം അറിയാൻ തുടങ്ങുമ്പോൾ ഇവയിലെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് ദുഃഖിക്കേണ്ടതായി വരില്ല. ഇവയ്ക്ക് വെളിച്ചം നൽകുന്ന വസ്തു ഏതോ, ഇവയ്ക്ക് സൗന്ദര്യം നൽകുന്നത് ഏതോ, അതിലേക്കാണ് നാം തിരിഞ്ഞു നോക്കേണ്ടത്. അത് തിരിയുമ്പോൾ ഇവയിലുള്ള സത്യബുദ്ധി അപ്രത്യക്ഷമാവുകയും യഥാർത്ഥമായതിനെ ബോധ്യമാവുകയും ചെയ്യും. കമനീയങ്ങളായി കാണും നവതൻ വാസ്തവസ്ഥിതി നശ്വരത്വാദിയോർത്താത്മാനന്ദത്തിൽ മുഴുകിടുവിൻ.